ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമുണ്ട്, അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ കല്യാണ വീട്ടിലെത്തിയ ഉടനെ ഫുഡ് കഴിക്കാനും പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് അപ്പുറത്തേക്ക് പോവാം, ബ്രൈഡിനെ കാണാൻ പോവാമെന്നും പറഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ഇതിൽ പോയി. നമ്മളെ ക്ലാസ്മേറ്റായ ബഷീർ ടിപ്പിയാണ് കേട്ടോ. ഇവനവിടെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. നമ്മളെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും നമ്മളെല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടെ ഫുഡൊക്കെ തന്നു. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോ സെക്ഷനിലേക്ക് പോവുകയാണ്. ആദ്യം ക്ലാസ് ഗ്രൂപ്പിൻ്റെ ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോസ് എടുക്കുകയാണ്. ആ ഫോട്ടോസ് എടുക്കാൻ നിന്നപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയറിൽ സെറ്റ് ചെയ്തിരുത്തുന്ന ഇടയിൽ നമ്മളെ ടീപ്പിനെ കാണാനില്ല. എത്ര വിളിച്ചിട്ടും ഷീജ അവനെ ഫോൺ ചെയ്യണം. നമ്മളെ ടീപ്പിൻ്റെ മാസ് എൻട്രി. ബഷീർ ടിപ്പി പറഞ്ഞാൽ എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരു സോഷ്യൽ വർക്കറാണ് കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ കളിക്കൂട്ടുകാരാണ് കേട്ടോ. ഇവളുടെ അനിയത്തിൻ്റെ റിലേഷനിലുള്ള കല്യാണം, അസീനാൻ്റെ അനിയത്തിൻ്റെ റിലേഷനിലാണ് കല്യാണം ഞങ്ങൾക്കുള്ളത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മളെ അയൽവാസികളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാ അസീനാൻ്റെ പേരക്കുട്ടിയാണ്. ഈ പേരക്കുട്ടി ഇത് മിലബേബിയാണ്. മിലബേബി എനിക്ക് ഉമ്മയൊക്കെ തന്നു. മിലബേബിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അവളുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മിലബേബി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ കുട്ടിയായിട്ടുണ്ട്, സുന്ദരി കുട്ടിയാണ്, നല്ല സ്നേഹമുള്ള കുട്ടി. പിന്നെ അസീനാൻ്റെ അനിയത്തെ ചെറിയ സിസ്റ്റർ, അവളെനിക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. നമ്മളെ കുഞ്ഞാത്ത പിന്നെ എന്നും സുന്ദരിയാണ്, അന്നും ഇന്നും ഒരുപോലെയാണ്. ഇത് അസീനാൻ്റെ കുഞ്ഞേമ്മയാണ് കേട്ടോ. നാണിയപ്പാൻ്റെ വൈഫാണ്, നമ്മളെ മാമാട്ടിൻ്റെ ഒക്കെ അമ്മയാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരു വീട്ടിൽ കഴിഞ്ഞിരുന്ന പോലെയായിരുന്നു. ഞങ്ങളെ വീട്ടിലുണ്ടാകും അവർ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഞങ്ങളുണ്ടാവും. അങ്ങനെ ഇരുന്നു ഞങ്ങൾ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയതേ അവിടെ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സുബൈർ മലയിലിൻ്റെ വീട്. അപ്പോൾ സുബൈർ പറഞ്ഞിരുന്നു അങ്ങോട്ട് പോരും എന്നിട്ട്. അങ്ങനെ സുബൈർ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന ഉടനെ ഞങ്ങൾക്ക് നല്ലൊരു സർപ്രൈസുമായിട്ട് സുബൈർ ഇതാ വരുന്നു. നല്ല പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ വൈഫും സിസ്റ്ററും കൂടി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു പായസം. പെട്ടെന്ന് ഉണ്ടാക്കിയ പായസമാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഇരുന്നിട്ട് ആ മാങ്ങയും ആ പായസവും കൂടിയുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഞാൻ 2 ഗ്ലാസ് പായസം കുടിച്ചു. ഷീജ എത്ര ഗ്ലാസ്സാണ് കുടിച്ചതെന്ന് അറിയില്ല. അത് എത്രാമത്തെ ഗ്ലാസ്സാണ് ഇപ്പോൾ വായിക്ക് വെക്കണമെന്ന് തന്നെ അറിയില്ല. 4 or 5 ആണെന്ന് എനിക്ക് തോന്നുന്നത് ഷീജ. ആമിനുവിൻ്റെ കഥ പിന്നെ പറയണ്ട. വഹാബും നൗഷാദൊക്കെ വയറ് നിറഞ്ഞിട്ട് പിന്നെ എണീക്കാൻ തന്നെ പറ്റണില്ല. അവിടെ ഒരു ബെഡ് കൊടുത്ത് അവരവിടെ കിടക്കും. വഹാബ് സുബൈറിനോട് തന്നെ ട്രേ അവിടെ വെച്ചാൽ ഞങ്ങളുടെ എടുത്ത് കഴിച്ചോളാന്ന്. സുബൈറിൻ്റെ വൈഫിനോട് യാത്രയ്ക്ക് പറഞ്ഞതാണ്. ഞങ്ങളിങ്ങനെ തിരിച്ചു പോവുകയാണ്. തിരിച്ച് ഞങ്ങളിഞ്ഞ് പോകുമ്പോൾ നമ്മൾ അൻവറിൻ്റെ വീടുണ്ട് പോണ വഴിയിൽ. ഇത് അൻവറിൻ്റെ വീടാണ്. അൻവറിൻ്റെ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾ വൈഫിനെയും കുട്ടികളൊക്കെ കണ്ടു. ഇനി നമ്മൾ പുതിയൊരു വീഡിയോയും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത്. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.